നമസ്കാരം. വളരെ വേദന ഉണ്ടാക്കിയ രണ്ട് വാർത്തകൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ അങ്കലേശ്വറിൽ 40 ജോബ് വേക്കൻസീസിന് വേണ്ടി 800 വിദ്യാർത്ഥികൾ കടിപിടി കൂടുന്നത്, ഒരു സ്റ്റാമ്പീഡിന്റെ അവസ്ഥ ഉണ്ടാകുന്നതിന്റെ രംഗങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വളരെ വേദന തോന്നി. അവിടെ ഒരു സ്റ്റാമ്പീഡ് ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ജോലി ഇല്ല എന്നുള്ള ഒരു വിഷമകരമായ വേദനാജനകരമായ റിയാലിറ്റിയാണ്. ഇന്ന് 25,000 ആൾക്കാരാണ് ബോംബെയിൽ 22,000 രൂപയുടെ ഒരു ജോലിക്ക് വേണ്ടി എത്തിയത്. വളരെ കുറച്ച് വേക്കൻസി മാത്രമാണ്. 25,000 യങ്സ്റ്റേഴ്സ് അവിടെ കിടന്ന് തെള്ളുകയും ഉന്തുകയും ഒക്കെ ചെയ്യുന്ന വേദനാജനകമായ രംഗങ്ങൾ. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ആന്റി നാഷണൽസ് അല്ല, ദേശവിരുദ്ധരല്ല, അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയോ മറ്റും കരിവാരത്തേക്കാനുള്ളവരല്ല. NDTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ റൈറ്റ് വിങ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അദാനിയുടെ സ്വന്തമാണ് NDTV. ആ അദാനിയുടെ തന്നെ NDTV അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിലെ ആൾക്കാർക്ക് ജോലി ഇല്ല എന്നുള്ളൊരു റിയാലിറ്റി നമ്മുടെ ആൾക്കാർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റും ഓൺട്രപ്രണർഷിപ്പ് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടതും ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, അല്ലെങ്കിൽ അതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പറയുന്നതാണ്, ജോലി അടക്കമുള്ളതാണ് വിഷയങ്ങൾ, ജീവൽ പ്രശ്നങ്ങളാണ് വിഷയങ്ങളെന്ന് പറയുന്നത്. അവിടെയൊക്കെയാണ് ഞാൻ നരേന്ദ്രമോദിജിയെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ മംഗൾസൂത്രം എടുത്തു കൊടുക്കും തുടങ്ങിയ അബ്സല്യൂട്ട്ലി വിദ്വേഷജനകമായ പ്രഭാഷണങ്ങൾക്ക് പകരം ജോലി അടക്കമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന റിയാലിറ്റിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി എല്ലാം നല്ലതാണ് എന്ന് പറയുന്നതിൽ എത്രമാത്രം അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കണം. കാര്യം നമ്മുടെ ലിവ്ഡ് റിയാലിറ്റി അടക്കം ഇത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് സംഭവിക്കുന്നത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ പ്രധാന ജോലി നൽകുക, അല്ലെങ്കിൽ ജോലി ഫെസിലിറ്റേറ്റ് ചെയ്യുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസം നന്നായി കൊടുക്കുക, ആരോഗ്യം നന്നായി കൊടുക്കുക എന്ന പൊതു തത്വത്തിലേക്ക് നമ്മൾ എത്തണം. അല്ലാതെ സ്റ്റേറ്റിന്റെ ജോലി പോലീസ് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം മതി. അപ്പം സ്റ്റേറ്റിന്റെ ജോലി അങ്ങനെയല്ല. നമ്മളൊരു ടോട്ടലി കോർപ്പറേറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സംവിധാനത്തിൽ ജീവിക്കുന്നവരല്ല. പഴയ പോലെ ടോട്ടലി സോഷ്യലിസ്റ്റും അല്ല. ഒരു മിക്സ്ഡ് എക്കോണമി എന്നൊക്കെ പറയുന്ന ക്യാപിറ്റലിസത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ, വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ആദരിക്കുക തുടങ്ങിയ വശങ്ങളും, എന്നാൽ സോഷ്യലിസത്തിന്റെ സോഷ്യൽ വെൽഫെയറിസത്തിന്റെ നല്ല വശങ്ങളും കൂടി ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ഗുജറാത്തിലെയും ബോംബെയിലെയും ഈ കടിപിടി, തിക്കും തിരക്ക്, സ്റ്റാമ്പീഡ് കണ്ട് നമ്മുടെ യുവജനതയോട് വിഷമം തോന്നുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ജോലി, ജീവൽ പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പോലും ഉണ്ട്. ആവശ്യമില്ലാത്ത വിഷയങ്ങളുടെ പേരിൽ, സാമുദായികമായ വിഷയങ്ങളുടെ പേരിൽ, ഇല്ലാത്ത തുപ്പൽ ജിഹാദിന്റെ പേരിൽ, ഇല്ലാത്ത എന്താ പറയുക തുള്ളിമരുന്ന് ജിഹാദിന്റെ പേരിൽ, ഇല്ലാത്ത മംഗളസൂത്രം പിടിച്ചോണ്ട് പോകുന്ന, താലിമാല നിങ്ങളുടെ കട്ടുകൊണ്ട് പോകുന്നു പറയുന്നതിന്റെ പേരിലല്ല, യാഥാർത്ഥ്യപൂർണമായ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യണം. സാംസ്കാരികമായ വിഷയങ്ങളൊക്കെ നല്ലതാണ്, ഞാൻ അതൊക്കെ ഇഷ്ടപ്പെടുകയും, ഞാൻ വിശ്വാസിയാണ്, ഭക്തനാണ്. അമ്പലം വേണം, പള്ളി വേണം, ആശ്രമം വേണം, അല്ല സാംസ്കാരികത വേണം, ആർഷഭാരത സംസ്കാരം വേണം, ഇതൊന്നും വേണ്ടതാരും പറയണില്ല. പക്ഷെ അതോടൊപ്പം ജീവൽ പ്രശ്നങ്ങൾ, റിയാലിറ്റീസ് പലപ്പോഴും നോക്കണം. ഈ വിഷ്വൽസ് തന്നെ വേദനാജനകമാണ്. 25,000 പേരാണ് അവിടെ വന്ന് ഫൈറ്റ് ചെയ്യുന്നത് കുറച്ച് ജോലികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 40 പേരുടെ വേക്കൻസിക്ക് 800 പേര് വന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ജോലി കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെന്റിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ ഒന്നാണ് എന്ന തിരിച്ചറിവ് ഇന്ന് ഇടത് വലത് ഭേദമന്യുള്ള മാധ്യമങ്ങൾക്കും ദേശീയ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അതാണ് പല മാധ്യമങ്ങളും ഇത് ഹൈലൈറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചനയല്ല, മോദി സർക്കാരിനെ മോശമായി ചിത്രീകരിക്കാമെന്നും മറ്റേ ആന്റി നാഷണൽ സോറോസിന്റെ കാശ് മേടിച്ചവരാണ് ഇതൊന്നുമല്ല. മോദിജിയുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദാനിയുടെ തന്നെ NDTV ചെയ്യുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ്. ആ റിയാലിറ്റി പലപ്പോഴും ബാക്കി ഏതെങ്കിലും ഡൈവേർഷണറി കാര്യം കൊണ്ട്, ബാക്കി ഏതെങ്കിലും കാര്യം പറഞ്ഞ്, മതപരമായിട്ടോ അല്ലാതെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാവുന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും അതിൽ ശ്രദ്ധ കൊണ്ടുവരാനും സൊല്യൂഷൻ കൊണ്ടുവരാനും, കേരളത്തിലുണ്ട് അൺഎംപ്ലോയ്മെന്റ് പ്രശ്നങ്ങളുണ്ട്, അൺഎംപ്ലോയ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കുറയ്ക്കാനും കക്ഷി രാഷ്ട്ര ഭേദമന്യേ ഇത്തരം പോസിറ്റീവ് കാര്യങ്ങളിൽ എന്താ പറയുന്നത്, ബ്രെഡ് ആൻഡ് ബട്ടർ, ലൈഫ് ആൻഡ് ഡെത്ത് ഇഷ്യൂസിൽ ശ്രദ്ധിക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾക്ക് കഴിയട്ടെ. അത് കണ്ടപ്പോൾ ഉള്ള വിഷമം കൊണ്ട് പങ്കുവച്ചതാണ്.